നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അഷ്ടമുടിക്കായലിനെ കുറിച്ച് പറയണം. അഷ്ടമുടിക്കായൽ എന്ന് കേൾക്കാത്തവരായിട്ട് ആരുമില്ല. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് ഏത്? അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ. അതുപോലെ തന്നെ പനയോലയുടെ ആകൃതിയിലുള്ള കായൽ. ഏതാണ്? അഷ്ടമുടിക്കായലാണ്. പനയോലയുടെ ആകൃതിയുള്ള കായലെന്നോ അല്ലെങ്കിൽ പനയുടെ ആകൃതിയിലുള്ള കായലെന്നോ ചോദിച്ചാൽ ആൻസർ എന്താണ്? അഷ്ടമുടിക്കായലാണ്. അതുപോലെ അഷ്ടമുടിക്കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വർഷവും നവംബർ 1 നടത്തിവരുന്ന പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന എവിടെയാണ്? അഷ്ടമുടിക്കായലാണ്. കൊല്ലം ജില്ലയിൽ, കൊല്ലത്താണ് പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന എവിടെയാണ്? അഷ്ടമുടിക്കായൽ, കൊല്ലം. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടിക്കായൽ. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കായൽ എന്ന് ചോദിച്ചാൽ അഷ്ടമുടിക്കായലാണ്. അതുപോലെ അഷ്ടമുടിക്കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ 1988 ജൂലൈ 8 പെരുമൺ ദുരന്തം നടന്നത് എവിടെയാണ്? അഷ്ടമുടിക്കായലിലാണ്. 1988 ജൂലൈ 8 പെരുമൺ ദുരന്തം നടന്ന എവിടെ വെച്ചാണ്? അഷ്ടമുടിക്കായലിലാണ്. അതുപോലെ കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ വെച്ച് അഷ്ടമുടിക്കായൽ അറബിക്കടലിനോട് ചേരുകയാണ്. കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ വെച്ച് അഷ്ടമുടിക്കായൽ അറബിക്കടലിനോട് ചേരുകയാണ്. അതുപോലെ തന്നെ അഷ്ടമുടിക്കായലിനെ കുറിച്ച് പറയുമ്പോൾ മൺട്രോത്തുരുത്ത് എന്നൊരു സ്ഥലമുണ്ട്. മൺട്രോത്തുരുത്തിൽ വെച്ച് കല്ലടയാർ എന്ത് ചെയ്യുന്നു? അഷ്ടമുടിക്കായലിൽ പതിക്കുന്നു. മൺട്രോത്തുരുത്തിൽ വെച്ച് കല്ലടയാർ എവിടെ പതിക്കുന്നു? അഷ്ടമുടിക്കായലിൽ പതിക്കുന്നു. അതുപോലെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടപ്പെട്ട സ്ഥലമായ സാമ്പ്രാണിക്കൊടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അഷ്ടമുടിക്കായലാണ്. സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തവണ സാമ്പ്രാണിക്കൊടിയിൽ പോയിട്ടുണ്ട്. സാമ്പ്രാണിക്കൊടി, അപ്പോൾ ഈ സാമ്പ്രാണിക്കൊടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിനോദസഞ്ചാരികളെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു പ്ലേസാണ് സാമ്പ്രാണിക്കൊടി. സാമ്പ്രാണിക്കൊടിയിൽ നമുക്ക് കാണാൻ കഴിയും അഷ്ടമുടിക്കായലിൻ്റെ ഒരു പ്രത്യേക ഏരിയ. ആ സ്ഥലത്ത് മാത്രം നമുക്ക് കായലിൽ ഇറങ്ങി നടക്കാൻ കഴിയും കേട്ടോ. ആ ഒരു പ്രത്യേക ഒരു ഏരിയയിൽ മാത്രം കേട്ടോ. പിന്നെ അങ്ങോട്ടോ മാറിയാൽ ഭയങ്കര ആഴമാണ്, അത് വേറെ കാര്യം കേട്ടോ. പക്ഷെ ആ ഒരു പ്ലേസിൽ മാത്രം ആളുകൾക്ക് ഇറങ്ങി നടക്കാനും ഒക്കെ പറ്റുന്നൊരു പ്രത്യേക സംവിധാനം. അത് കൊല്ലത്ത് അഷ്ടമുടിക്കായലിലെ സാമ്പ്രാണിക്കൊടിയിലാണ്. സാമ്പ്രാണിക്കൊടി വിനോദസഞ്ചാരികളെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കൊടി. സാമ്പ്രാണിക്കൊടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അഷ്ടമുടിക്കായൽ, കൊല്ലം ജില്ല. എവിടെയാണ് അഷ്ടമുടിക്കായൽ? കൊല്ലം ജില്ല കേട്ടോ. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കായൽ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, അഷ്ടമുടിക്കായൽ തന്നെയാണ്. അതുപോലെ ശാസ്താംകോട്ടക്കായൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശാസ്താംകോട്ടക്കായൽ. ആ ശാസ്താംകോട്ടക്കായലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അടുത്ത സ്ഥലമാണ് ഈ ശാസ്താംകോട്ട. ശാസ്താംകോട്ടക്കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടക്കായലാണ്. അതുപോലെ ശാസ്താംകോട്ടക്കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഫ് ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ടക്കായൽ. അതുപോലെ തന്നെ ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ല. ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അതുപോലെ തന്നെ ശാസ്താംകോട്ടക്കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ശാസ്താംകോട്ടക്കായലിൻ്റെ തീരത്താണ്. അതുപോലെ തന്നെ ശാസ്താംകോട്ടക്കായലിൻ്റെ തീരത്താണ് കേട്ടോ. അതുപോലെ ശാസ്താംകോട്ട കേരളത്തിൽ വാനര സദ്യ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് ശാസ്താംകോട്ട. കേരളത്തിൽ വാനര സദ്യ നടക്കുന്ന സ്ഥലം ശാസ്താംകോട്ട. അത് 2 വർഷം ചിങ്ങമാസത്തിലെ ഉത്രാട നാളിലും അതുപോലെ തന്നെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുമൊക്കെ അവിടെ വാനര സദ്യ നടത്താറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ശാസ്താംകോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശാസ്താംകോട്ട എന്താണ്? ഒരു മനോഹരമായ സ്ഥലമാണ് കേട്ടോ. കേരളത്തിലൊരു മനോഹരമായ സ്ഥലമാണ് ശാസ്താംകോട്ട. കേരളത്തിലെ ശുദ്ധജല തടാകം കൂടിയാണ്. അതുപോലെ തന്നെ